ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൂടി ഒരു കുട്ടി പോയപ്പോൾ നിരന്തരം പോയിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയും ക്ഷേത്രത്തിൽ തൊഴുതും വന്ന കുട്ടിയുടെ മനസ്സിനകത്ത് ഒരു വലിയ ഭീകരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റിംഗ് ഇട്ടിരുന്നു 2 ദിവസം മുമ്പ്, ഇന്നലെയോ ഇന്നൊക്കെ ആയിട്ട് അതിട്ടിരുന്നു. അതിനെക്കുറിച്ച് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധാരാളം കമൻ്റ് എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇതേമാതിരി വാസ്തുവിദ്യയുടെ കാര്യത്തിലും ജ്യോതിഷത്തിൻ്റെ കാര്യത്തിലും മന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെ കാര്യത്തിലും വേദങ്ങൾ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ധാരാളം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്ന് വിജയലക്ഷ്മി പറഞ്ഞിരുന്നു, അവിടെ ഇത്രയും കാലം വിഷ്ണു സഹസ്രനാമം വായിക്കാൻ വന്നിരുന്നവർ ചിലർ പെട്ടെന്ന് വരാതെയായി. എന്താ കാരണം? ആരോ പറഞ്ഞു സ്ത്രീകൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലരുതെന്ന്. ഈ നാരായണ നാമങ്ങളെല്ലാം സഹസ്രനാമത്തിലുള്ളതല്ലേ, അത് ചൊല്ലരുതെന്ന് ആരോ പറഞ്ഞു. കുറേ ഈ ഹിന്ദു മതദ്രോഹികൾ നമ്പൂതിരിമാരുടെ ഇടയിലാണ് കൂടുതലും. കുറേ ദ്രോഹികൾ, തന്ത്രിയും പൂജാരിയും എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകളെയും മറ്റുള്ളവരെയും വേർതിരിക്കുന്ന, എന്തൊക്കെയോ അറിയാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അന്ധവിശ്വാസങ്ങളിൽ ദുരാചാരങ്ങളിലും എത്തിക്കുന്നവരുണ്ട്. ഇപ്പം യൂട്യൂബിൽ നെറ്റിയിൽ ചന്ദനം തൊട്ട് കഴുത്തിൽ പൂണൂലിട്ട് കഴുത്തിൽ മാലയുമിട്ട് ഈ രാജയോഗവും ഗജകേസരി യോഗവും കേസരി യോഗവും മറ്റെല്ലാം പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നതിൻ്റെ പുറകിൽ ആത്മഹത്യയൊന്നുമല്ല. അത് കാണാൻ ലക്ഷക്കണക്കിന് വ്യക്തികൾ വരുമ്പോൾ ഓരോ വ്യക്തിയും അത് കാണുമ്പോൾ 3 പൈസ മുതൽ 7 പൈസ വരെ ഇത് അപ്ലോഡ് ചെയ്തവന് കിട്ടും. അതൊരു ബിസിനസ്സാണ്. ഈ വിഷ്ണു സഹസ്രനാമം വായിക്കരുത്, സ്ത്രീകൾ അത് ചെയ്യരുത്, പുരുഷന്മാർ അത് ചെയ്തവർ, താഴ്ന്ന ജാതിക്കാർ ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കുറേ പൂജാരിമാരും പൂണൂലിട്ടവരും കുറേ നമ്പൂതിരിമാരും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അറിവുള്ളത് നിങ്ങൾക്ക് പാപം വരാതിരിക്കാൻ, നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാതിരിക്കാൻ, നിങ്ങൾ ശരിയായ വഴി കൂടെ പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് യൂട്യൂബിലൂടെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഇവരിതൊക്കെ ചെയ്യുന്നത് എതിർക്കാൻ കുറേ പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലാത്ത പല ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്ന പൂണൂലിട്ടവരും അമ്പലത്തിലെ പൂജാരിമാരും തന്ത്രിമാരും കൂടിയുണ്ട്. എല്ലാവരുമല്ല, ഒരു ചെറിയ വിഭാഗം. അത് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന സ്ത്രീകൾ, അവർ പറയുന്നതാണ് ശരിയെന്ന് ധരിപ്പിക്കുന്ന വേറെ ചിലര്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇവരൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്യുന്നത് ഇത്ര തിന്മ നിറഞ്ഞത് ചെയ്യുമ്പോൾ പുറത്തുള്ളവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, ശത്രുക്കൾ തന്നെയാണ്. അകത്തുള്ളവർ മിത്രങ്ങൾ എന്ന പേരിൽ ഈ സംസ്കാരത്തിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങൾ ഉണ്ടാക്കാം. ജ്യോതിഷത്തിൻ്റെ പേരിൽ, ചരട് പൂജിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ, ധനാകർഷണ ഭൈരവയന്ത്രം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ, വലമ്പിരി ശംഖ് വീട്ടിൽ വെക്കുന്നതിൻ്റെ പേരിൽ, ലക്ഷ്മി യന്ത്രം വെക്കുന്നതിൻ്റെ പേരിൽ, പാൽപ്പായസ ഹോമം നടത്തുന്നതിൻ്റെ പേരിൽ എന്തൊക്കെ വൃത്തികേടുകളാ ചിലർ കാണിച്ചു കൂട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ പാടില്ല, ഓംകാരം വായിക്കാൻ പാടില്ല, വേദമന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല. ഏതോ ഇവരൊക്കെയാണ് ഈ നാടിൻ്റെ പൈതൃകം ഉണ്ടാക്കിയതെന്ന രീതിയിൽ കുറേ വ്യക്തികൾ യൂട്യൂബിലും അല്ലാതെയും സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് കിട്ടാൻ കാത്തിരുന്ന് പിന്നെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള എളുപ്പ വഴി അതാണ്. വിഷ്ണു സഹസ്രനാമം വായിക്കരുതെന്ന് പറഞ്ഞാൽ ആ സമയം വെറുതെ ഇരിക്കാമല്ലോ. വേദം പഠിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ പഠിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ്, അയാളാണ് എന്നോട് പറഞ്ഞത് പഠിക്കരുത് എന്ന് ന്യായീകരണവുമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. ഏതായാലും ബാലകൃഷ്ണൻ ജി ഈ പറഞ്ഞ സന്ദേശം ഇന്നത്തെ സന്ധ്യാസന്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ. ഇതെല്ലാം ഈ അനാചാരങ്ങളും ദുരാചാരങ്ങളും മാറ്റാം, കുറേ കൂടി ധന്യമായിട്ട് മുമ്പോട്ട് പോവുക. പുരുഷന്മാർക്ക് ചെയ്യാവുന്നതെല്ലാം സ്ത്രീകൾക്കും ചെയ്യാം, ഉറപ്പിച്ചു പറയുന്നു. അതിൽ അനുഷ്ഠാനത്തിൻ്റെ ഭാഗം ശബരിമല പോലെയുള്ളത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഠിക്കുന്നതും ഇല്ല. സായിബാബ പറഞ്ഞിട്ടുള്ള എല്ലാവരോടും വേദം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ധ്യാനമന്ത്രങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഓംകാരം ആലപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാതാ അമൃതാനന്ദമയും ചെയ്യാറുണ്ടല്ലോ, കൂടെയുള്ളവരും ചെയ്യാറുണ്ടല്ലോ. ചില വ്യക്തികൾ ഈ സമൂഹത്തെ അകത്തു നിന്ന് നശിപ്പിക്കാൻ ക്യാൻസർ പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് ഇതെല്ലാം എന്നുകൂടി അറിയാൻ ഇന്നത്തെ സന്ധ്യാസന്ദേശത്തിൽ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.